CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ OSM കരാറിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും. കരാറിൽ വീഴ്ച സംഭവിച്ചുവെന്നത് വിലയിരുത്തലുണ്ട്. CBSE നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നു. കരാർ നടപടികളിൽ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകാനുണ്ട്. അതിലപ്പോൾ വലിയ വീഴ്ചയുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്, അത് അനിശ്ചിതത്വത്തിലാണ്. വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലുമാണ്. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഇനിയുള്ള തീരുമാനം എന്താണ്? നടപടി എങ്ങനെയായിരിക്കും? CBSE 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന പ്രശ്നമുണ്ടായത് OSM-ലാണ്. പ്രത്യേകിച്ച് ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന വിലയിരുത്തലിലേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എത്തുകയാണ്. നേരത്തെ തന്നെ CBSE ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ആ വിശദീകരണങ്ങൾ ഒന്നും തൃപ്തികരമല്ല എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത്. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രാലയം ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടനെ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയണം. നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ CBSE-യുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോംറ്റ് എഡ്യൂടെക് എന്ന കമ്പനിക്കാണ് ഈ കരാർ ലഭിച്ചത്. പല നിബന്ധനകളിലും ഇളവ് വരുത്തിയാണ് കരാർ നൽകിയത് എന്ന ആരോപണവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓരോ ഉത്തരക്കടലാസും എത്ര റെസൊല്യൂഷനിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിലടക്കം നേരത്തെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങളിലെല്ലാം ഇളവ് നൽകിക്കൊണ്ടുള്ള കരാറിലാണ് അവസാനം എത്തിയത്. പല പ്രമുഖ കമ്പനികളെയും മറികടന്ന് എന്തുകൊണ്ട് കോംറ്റ് എഡ്യൂടെക്കിന് കരാർ നൽകിയെന്ന ചോദ്യവും ഉണ്ടായിരുന്നു. കരാറിലെ മുഴുവൻ ക്രമക്കേടുകളും പരിശോധിക്കാനുള്ള നീക്കമാണ് ഈ ആഭ്യന്തര അന്വേഷണ ഉത്തരവിലൂടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമാണ്. എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിച്ചോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. വിമർശനങ്ങൾ കടുത്തതിന് പിന്നാലെയാണ് ആഭ്യന്തര അന്വേഷണത്തിനും നടപടികൾ സ്വീകരിക്കാനുമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. ഷിഹാസ്, ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തട്ടെ, തെറ്റുകൾ കണ്ടെത്തട്ടെ, തിരുത്തലുകൾ വരുത്തട്ടെ, നടപടിയും ഉണ്ടാവട്ടെ.